സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് അതിനുശേഷം വീണ്ടും y% കൂട്ടിയാൽ വിലയിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് x+y + xy/100 ആയിരിക്കും. ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് വീണ്ടും y% കൂട്ടിയാൽ വിലയിലുണ്ടാകുന്ന മാറ്റം x+y + xy/100 ആയിരിക്കും. ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച ശേഷം y% കുറച്ചാൽ ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച ശേഷം y% കുറച്ചാൽ വിലയിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് x - y - xy/100 ആയിരിക്കും. y% കുറയ്ക്കുകയല്ല, അതുകൊണ്ട് അങ്ങനെ ഓർത്താൽ മതി. ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് y% കുറച്ചാൽ വിലയിലുണ്ടാകുന്ന മാറ്റം x - y - xy/100. y% കുറയ്ക്കുക, x% വർദ്ധിപ്പിച്ചിട്ട്. ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് x% തന്നെ കുറച്ചാൽ നഷ്ട അല്ലെങ്കിൽ കുറവ് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ x²/100% ആയിരിക്കും. അതായത് ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് x% കുറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുറവ് അല്ലെങ്കിൽ എത്ര ശതമാനമാണ് അല്ലെങ്കിൽ നഷ്ടം എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ x²/100% ആയിരിക്കും. ഒരു സാധനത്തിൻ്റെ വില x% വർദ്ധിപ്പിച്ച് x% കുറച്ചാൽ കുറവ് എത്ര ശതമാനം അല്ലെങ്കിൽ നഷ്ടം എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ x²/100%. അതാണ് ഉത്തരം. ഒരു സാധനത്തിൻ്റെ വില 30% വർദ്ധിപ്പിച്ച് 30% കുറച്ചാൽ 30²/100, അതായത് 9% കുറവ്. എയുടെ B% എന്ന് പറയുന്നത് ബിയുടെ A%. ഇത്രയും കാര്യങ്ങൾ ബൈഹാർട്ടാക്കി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബൈഹാർട്ടാക്കി വെച്ചാൽ പ്രോബ്ലങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.